வணக்கம். அரசியல் தொழில் அல்ல, கடமை என்பதை சந்தேகத்திற்கு இடமின்றி நிரூபித்து வரும் அரசியல்வாதிகள் மிகச் சிலரே. அதில் மிக முக்கியமானவர் காம்ரேட் പിണറായി വിജയൻ. ഈ മണ്ണാണ് പകരക്കാരനില്ലാത്ത മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു നേതാവിന് ജന്മം നൽകിയത്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നത് കേരള ജനതയ്ക്ക് കണ്ടറിയാനുള്ള അവസരമൊരുക്കിയ നേതാവ്, പകരക്കാരനില്ലാത്ത ഒരേ ഒരു നേതാവ്, സഖാവ് പിണറായി വിജയൻ. ജന്മം കൊണ്ട് തീർത്തും സാധാരണക്കാരൻ, കർമ്മം കൊണ്ട് പ്രതിസന്ധികളെ കൂസലില്ലാതെ മറികടക്കുന്ന കേരള ജനതയുടെ ആശ്വാസവും ആവേശവുമായ നേതാവ്. ആ നേതൃപാടവം സ്വന്തം മുഷ്ടിക്കുള്ളിൽ ഒതുക്കിയത് തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളുടെ കനൽപാതയിലൂടെ ഉറച്ച മനസ്സും പതറാത്ത കാൽവയ്പുമായി ജനമനസ്സിനൊപ്പം വിശ്വാസം കൊടുത്തും നേടിയും നടത്തിയ സ്വതസിദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ്. ഇടറാത്ത, പതറാത്ത, നെറിയുള്ള വാക്ക്, അതാണ് സഖാവ് പിണറായി വിജയൻ. ഇത് സാധാരണ പറയാറില്ലേ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കണ്ടെന്ന്. ആ ഒരു ധൈര്യം തന്നെയാണ് ഇതേവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്, ഇനി അങ്ങോട്ടുമുള്ളത്. അവിടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഭൂമിയിൽ കുരുത്ത സ്വപ്നങ്ങൾക്ക് ആകാശം തുറന്നു തന്ന നേതാവിന്റെ കുട്ടിക്കാലം പ്രതിസന്ധികളോട് സന്ധിയില്ലാതെ പൊരുതിയ ജീവിത സമരം തന്നെയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പച്ചപ്പണിഞ്ഞ പിണറായി ഗ്രാമത്തിൽ 1945 മെയ് 24 മുണ്ടയിൽ കോരന്റെയും ആലക്കാട്ട് കല്യാണിയുടെയും ഇളയപുത്രനായി മനുഷ്യസ്നേഹത്തിന്റെ ജ്യോതിയോടെ ഒരു ചുവന്ന സൂര്യൻ ഉദിച്ചു, പിണറായി വിജയൻ. പാർട്ടി പിറന്ന മണ്ണിൽ പിറന്ന ആ കഠിനാധ്വാനിയായ ബാലൻ അറിവിന്റെ നൂലഴകൾ സ്വരുക്കൂട്ടിയത് പിണറായി ശാരദാവിലാസം LP സ്കൂളിലും പെരളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലുമായി സഹപാഠികളോട് സ്നേഹം നെയ്തുകൊണ്ടാണ്. സ്കൂൾ ഫൈനലിന് ശേഷം ജീവിതത്തിന്റെ ഊടും പാവും തിട്ടപ്പെടുത്താൻ നെയ്ത്ത് തൊഴിലാളിയായി. പിണറായിലെ കുടിൽ വ്യവസായങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തൊഴിൽശാല എന്നതിൻ്റെ ഒരു ആശയമാണ് ഇന്ന് കാണുന്ന പിണറായി വീവേഴ്സ്. ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ആദ്യകാല പ്രസിഡന്റായിട്ടുള്ള T. രവിമാഷും കൂടെ നേതൃത്വം കൊടുത്തുകൊണ്ട് അന്ന് ഒരു ഓല ഷെഡിൽ തുടങ്ങിയ നമ്മുടെ സ്ഥാപനം 1978 രജിസ്റ്റർ ചെയ്യുകയും 1980 തൊഴിലാളികളെ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റുകയും ഏകദേശം 30ഓളം ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനവും അന്ന് ഉണ്ടാക്കി. തൊഴിൽ മഹിമയുടെ പുതിയ പാഠം നെഞ്ചിൽ ചേർത്ത് പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സിന് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ തികവുള്ള രാഷ്ട്രീയ ബോധത്തോടെ ചോദ്യങ്ങൾ ഏറെയുള്ള വിദ്യാർത്ഥിയായി. അതിൽ പലതിനുമുള്ള ഉത്തരം SFIയുടെ പൂർവിക സംഘടനയായ KSFിലൂടെയായിരുന്നു. ബ്രണ്ണൻ കോളേജിൽ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുമ്പോൾ വിദ്യാർത്ഥി സമൂഹത്തിന്റെ അവകാശ സംരക്ഷണത്തിലേക്ക് കൂടി ആ വിദ്യാർത്ഥിയുടെ മനസ്സ് തിരിഞ്ഞു. അത് KSFന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന ഉത്തരവാദിത്വത്തിലേക്ക് പിണറായി സഖാവിനെ എത്തിച്ചു. തുടർന്ന് നിരവധി സമരമുന്നേറ്റങ്ങളിൽ ആ കൈകളിൽ ചെങ്കൊടി വിജയത്തിന്റെ സ്ഥാനമുറപ്പിച്ചു. വിജയം കൊയ്ത സമരപോരാളിയിലേക്ക് KSFന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം വന്നണയുകയായിരുന്നു. വാക്കിലല്ല പ്രവൃത്തിയിൽ വിശ്വസിച്ച പിണറായി വിജയൻ അന്ന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി സമരം കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചു. സമരത്തെ അടിച്ചമർത്താൻ പോലീസ് മൃഗീയമായി ലാത്തിവീശി. സഖാവിനെ ഉൾപ്പെടെ വിദ്യാർത്ഥി നേതാക്കളെ അപായപ്പെടുത്താൻ പോലീസ് കണ്ണിൽ ചോരയില്ലാതെ ആക്രമിച്ചപ്പോൾ കടൽ നീന്തിയാണ് അന്ന് ആ സൂര്യൻ അണയാതിരുന്നത്.
ആദ്യത്തെ CRP മർദ്ദനം നടക്കുന്നത് തലശ്ശേരിയിലാണ്. ഈ ജാഥയ്ക്ക് നേരെ നടന്ന ക്രൂരമായ മർദ്ദനം, വിദ്യാർത്ഥികൾ പെൺകുട്ടികളും ആൺകുട്ടികളെല്ലാം ഓടി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അന്ന് സഖാവ് തലശ്ശേരിയിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. സഖാവ് ഓടിയെത്തി വിദ്യാർത്ഥികളെ ആശുപത്രിയിലെത്തിക്കുന്ന ഒരു സ്ഥിതിയിൽ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയുണ്ടായി. 75-ലെ അടിയന്തരാവസ്ഥയെങ്കിലും 72-ൽ തന്നെ ക്രൂരമായ പീഡനങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമായിരുന്നു പിണറായി. അതിനൊക്കെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് പിണറായി വിജയൻ്റെ നിലക്കാണ്. പിണറായിനെ അന്ന് വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നത്. യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനകാലത്തെയും പിന്നീട് ജനാധിപത്യത്തിന്റെ ഇരുണ്ട കാലത്ത് ജനപ്രതിനിധിയായിരുന്നപ്പോഴത്തെയും ജയിൽവാസം സഖാവിലെ വീര്യത്തെ കെടുത്താൻ പോന്നതായിരുന്നില്ല. ആ കനൽ രാഷ്ട്രീയ കരുത്തിന്റെ അഗ്നിയായി ഊതിക്കാച്ചിയെടുത്ത നാളുകൾ. ആയിരത്തി 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നേടിയ പിണറായി വിജയൻ 1967 CPM തലശ്ശേരി മണ്ഡലം സെക്രട്ടറിയായി. 1968 കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി. വിപ്ലവ സൂര്യന്റെ തേജസ് പിന്നീട് കേരളം ഇടതടവില്ലാതെ കണ്ടറിഞ്ഞത് പിണറായി വിജയൻ എന്ന തികവുള്ള നേതാവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളുടെ ശരി നടത്തിപ്പുകളിലാണ്. അന്ന് തൊട്ടേ ഒരു പിണറായി മോഡൽ ശൈലി കേരളം ആസ്വദിക്കുകയും ആശ്രയിക്കുകയും ചെയ്തു. 65 മുതൽ ഞാൻ പാർട്ടീൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി പാറപ്പുറത്ത് 8-9 കൊല്ലക്കാലം. ഇപ്പോൾ വിജയൻ്റെ പ്രവർത്തനം അധികവും പാറപ്പുറത്തുണ്ടായിട്ടുണ്ട്. നമ്മൾ 66 പാർട്ടി വളണ്ടിയർമാരെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പിണറായി വിജയനാണ് വളരെ നന്നായിട്ട് എല്ലാ ദിവസവും ഒരു 5:30-6 മണിക്ക് മുമ്പിൽ പാറപ്പുറം വന്ന് എല്ലാവരെയും വളണ്ടിയർ പരിശീലനം നടത്തി ഏകദേശം ഒരു 10-25-30 വളണ്ടിയർമാർ പാറപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിജയൻ്റെ പ്രവർത്തനം അവിടെ വളരെയധികം നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിണറായിയുടെ നേതൃത്വം കൂടി വന്നതോടുകൂടി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായിൽ വലിയ രീതിയിൽ വളർന്നു വരികയുണ്ടായി. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ സഹകരണ ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നതായിരുന്നു പിണറായി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സഹകരണ പ്രസ്ഥാനം ഉടലെടുത്തത് പിണറായിയുടെ നേതൃത്വപരമായ പങ്കിന്റെ ഭാഗമായിക്കൊണ്ടായിരുന്നു. അങ്ങനെ അടിസ്ഥാനപരമായും പിണറായിയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ വലിയ സംഭാവന ചെയ്ത ഒരു പരിഷ്കർത്താവ് തന്നെയാണ് പിണറായി എന്നാണ് എൻ്റെ അഭിപ്രായം. ചൂഷണം ഭരിച്ച ഇടങ്ങളിൽ പ്രതിരോധത്തിന്റെ പൂരം പടർത്തിയ നേതൃശൈലിയാണ് പാർട്ടിയുടെ നായകനെ ജനനായകനാക്കിയത്. 1970 തന്റെ 26-ാം വയസ്സിലാണ് ആദ്യം നിയമസഭാ അംഗമായത്. 1972 കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ നാടിന്റെ നേതാവ് 1978 സംസ്ഥാന കമ്മിറ്റിയിലെത്തി. 1970, 77, 91 എന്നീ വർഷങ്ങളിൽ നടത്തിയ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കൂത്തുപറമ്പിൽ നിന്നും 1996 പയ്യന്നൂരിൽ നിന്നും നിയമസഭയിലെത്തിയ ഓരോ ഘട്ടത്തിലും നാടിന്റെ പ്രശ്നമാണ് എന്റെ പ്രശ്നം എന്ന് കണിശതയോടെ വ്യക്തമാക്കാൻ ആ നേതാവിന് കഴിഞ്ഞു. പകരം നാട് തങ്ങളുടെ ഹൃദയങ്ങൾ ആ നേതാവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. സഹകരണ മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി എൻ്റെ മകളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. കോപ്പറേറ്റ് ട്രെയിനിങ് പാസ്സായ മകൾക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ബാങ്കിൽ ഒരു സൗകര്യപ്പെടുത്തരാൻ വേണ്ടിയിട്ട് പോയപ്പോൾ പറഞ്ഞു അത് നടക്കില്ല, ഇത് നമ്മളെ പാർട്ടി അങ്ങനെയാണ്, പിന്നെ ന്യായമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ, അതുകൊണ്ട് അത് നീ പറയണ്ട. ഞാൻ പറഞ്ഞ വാദം ഇതാണ്, ലോട്ടറി ടിക്കറ്റ് എടുത്താലേ ലോട്ടറി അടിക്കൂ, അതുകൊണ്ട് വെറുതെ പറയാൻ വേണ്ടി വന്നതാണ്, ഇത് നീ പറയണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഒരു ഷെയ്ക്ക് തന്നെ കൊടുത്ത് അങ്ങോട്ട് തിരിച്ചു പോകുന്നു. മൂപ്പറെ എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഒരു നിഴലായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങളെന്ന് പറഞ്ഞാൽ പാറപ്പുറത്തെ കക്കോത്ത് വാലാട്ടൻ നിന്ന് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ ഏത് സമയവും പുള്ളീനെ വധിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അന്നത്തെ പാർട്ടിൻ്റെ ജില്ലാ കമ്മിറ്റിൻ്റെ ആഹ്വാനപ്രകാരം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ അദ്ദേഹത്തെ
പോലീസ് ലോക്കപ്പിലിട്ട് മർദ്ദിക്കുകയും കാലിൻ്റെ എല്ല് ഒടിക്കുകയും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ രണ്ട് കാലും നേർക്കെട്ട് വന്ന് അവസ്ഥയാണുള്ളത്. പിണറായി വിജയൻ എന്ന നേതാവിന്റെ സമയോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ ചരിത്രം തന്നെ മോശമായി എഴുതപ്പെട്ടേനെ എന്ന് തലശ്ശേരി കലാപം അന്വേഷിച്ച ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പള്ളിക്ക് കാവൽ നിന്ന ധീരതയാണ് അന്ന് കേരളം സഖാവിൽ കണ്ടത്. തന്നെ തകർത്തിട്ട് മതി പള്ളി എന്നതായിരുന്നു അന്നത്തെ നിലപാട്. ഒരൊറ്റ പ്രവൃത്തി കൊണ്ട്, ഒരേയൊരു പ്രസംഗം കൊണ്ട് ഒരു കാലത്തിന്റെ ഏറ്റവും വികൃതമായ മുഖം ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി. അത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അതുല്യമായ പ്രതിരോധത്തിന്റെ ഉദാഹരണമായി. അടിയന്തരാവസ്ഥയുടെ അടഞ്ഞ കാലത്ത് പോലീസ് കസ്റ്റഡിയിൽ പോലീസുകാരുടെ ക്രൂരമർദ്ദനത്തിന് ഇരയാകേണ്ടി വന്ന പിണറായി സഖാവിന് അന്ന് ഇടതുകാലിന് ക്ഷതം സംഭവിച്ചു. കാലം മറുപടി പറയാൻ മടിച്ചില്ല. അന്ന് വാർന്നൊഴുകിയ ചെഞ്ചോര പുരണ്ട ഷർട്ട് ഉയർത്തിപ്പിടിച്ച നിയമസഭയിൽ നടത്തിയ തീപ്പൊരി പ്രസംഗം രാജ്യത്തെ തന്നെ ആകെ ഉലച്ചു. രക്തക്കറ പുരണ്ട ഷർട്ട് പ്രതിരോധത്തിന്റെ ചുമപ്പൻ പ്രതീകമായി. പിന്നീടങ്ങോട്ട് കേരളം ചുവന്നു. ചുവന്ന മണ്ണിൽ, ചുവന്ന വിണ്ണിൽ, ചുവപ്പ് ചോര കൊടിയുടെ കീഴിൽ ചുവപ്പ് രക്തം സിരകളിലും മനസ്സിലും ഒഴുകി നടക്കുന്ന അണികളുടെ സാഗരക്കാഴ്ചയായി. നെറികേടിനെ ചങ്കൂറ്റത്തോടെ ചോദ്യം ചെയ്യുന്ന ചെങ്കൊടി വാനിൽ പറന്നു. വിജയന്റെ പല കഴിവുകളും കണ്ടിട്ടാവണം ജ്യോത്സ്യൻ കൂടിയായ എൻ്റെ അച്ഛൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അമ്മയോട്, വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് നിർത്തരുത്, എത്രത്തോളം പഠിക്കും, അതായത് പരാജയപ്പെടുന്നത് വരെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. പത്രമാധ്യമങ്ങളിൽ വന്നത് 5 സെന്റ് സ്ഥലവും ഒരു കൂരിയും അവിടെ ജനിച്ച് വളരെ കഷ്ടപ്പെട്ട് ഒരിറക്ക് വെള്ളം കുടിക്കാനില്ലാതെ അങ്ങനെ വളർന്ന ഒരു കുട്ടിയായിരുന്നു വിജയനെന്ന് പത്രമാധ്യമങ്ങളിലും ചാനലുകളും വന്ന് ആരും തന്നെ ഇതുവരെ നിഷേധിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എനിക്ക് ഈ അവസരം കിട്ടിയത് അതിനും കൂടി ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ തൊട്ടയൽവാസികൾ, അന്ന് ചെറിയ വീടല്ല, മേലെ 2ാം തട്ട് വരെ ഉള്ള ഒരു വീടാണ് വിജയനുള്ളത്. അവിടെ 1 ഏക്കറിൽ കൂടുതൽ സ്ഥലമുണ്ട്. അതിവിടെ നെൽകൃഷി നടത്തുന്നുണ്ട്. ആ കൃഷി നടത്തി ആ കൃഷിയിൽ നിന്നുള്ള അരി കൊണ്ടാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. പറഞ്ഞാൽ 1 വർഷത്തോളം റേഷനെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിച്ച ഒരാളാണ് ഇത് എന്നുള്ള കാര്യം ആരും തന്നെ അറിയുന്നില്ല. അത് പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്ത ആൾക്കാർ വിശ്വസിച്ചിരിക്കുകയാണ്. അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമായിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു എന്ന് എനിക്ക് ഇവിടെ പറയാൻ സാധിച്ച ഒരു അവസരം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഇവിടെ വിശ്രമിക്കുമ്പോൾ വിജയനും ഭാര്യയും കമലയും ഇവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ. കേരളത്തെ ഇരുട്ട് വിഴുങ്ങിയ കാലത്ത് വെളിച്ചത്തിലേക്ക് നയിക്കാൻ കർമ്മപദ്ധതികളുടെ കൂർമ്മതയുമായി ഒരു വൈദ്യുതി മന്ത്രി ഉണ്ടായിരുന്നു. ലോഡ് ഷെഡിങ്ങും പവർ കട്ടും പാടെ മാറ്റിയ ഒരു വൈദ്യുതി മന്ത്രി. പദ്ധതികൾ തിയറിയാക്കരുത്, അതിനെ യാഥാർത്ഥ്യമാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് ഉറക്കെ പറയുകയും പ്രവർത്തിച്ച് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്ത ജനത്തിന് വെളിച്ചമായി മാറിയ പിണറായി സഖാവ്. പക്ഷെ അന്നും ആ നേട്ടത്തെ മറച്ചും കുറച്ചും കാണിക്കാൻ ആസൂത്രിതമായ കുപ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. മഴയുടെ ലഭ്യത മാത്രമല്ല വൈദ്യുതി ഉൽപാദനത്തിന്റെ മാനദണ്ഡമെന്ന് പറഞ്ഞ് പൊതുധാരണയെ തിരുത്താൻ പിണറായി സഖാവിന്റെ വാക്കുകൾക്കായത് കേരളം കണ്ടറിഞ്ഞ കാഴ്ച. അപ്പോൾ 3 പ്രോഫിറ്റ് സെന്ററുകളായിട്ട് വൈദ്യുതി ബോർഡ് മാറുക. അന്ന് തന്നെ ഞങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കിയിരുന്നു, ഇത് ഏതെങ്കിലും തരത്തിൽ പ്രൈവറ്റൈസ് ചെയ്യാനോ ഉദ്ദേശമില്ല. സഖാവ് വിജയേട്ടൻ വിദ്യാശക്തി മന്ത്രിയായിരിക്കുമ്പോൾ അതിനു മുമ്പേ ഭരണം നടത്തിയിരുന്ന UDF ഗവൺമെൻറ് കേരളത്തെ ഇരുട്ടിൻ്റെ പാതയിലേക്കായിരുന്നു നയിച്ചിരുന്നത്. വിജയേട്ടൻ വിദ്യാശക്തി മന്ത്രിയായതിനു ശേഷം ലോഡ് ഷെഡിങ്ങോ അല്ലെങ്കിൽ മറ്റ് ഒരു തടസ്സവും ജനങ്ങൾക്കില്ലാതെ തന്നെ വൈദ്യുതി മെച്ച സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഭരണതന്ത്രവും ഉപയോഗിക്കുന്നതിന് വേണ്ടി വിജയേട്ടൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് നാം കാണുന്ന വൈദ്യുതി മേഖലയുടെ അടിസ്ഥാനങ്ങൾ, അതെ, അവയെല്ലാം ഒരുക്കിയെടുത്തതും രാജ്യത്ത് ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ച സംസ്ഥാനമായി കേരളത്തെ മാറ്റിയതും ഈ കരങ്ങളാണ്.
പൊതുപ്രവർത്തനത്തിലെ മിടുക്കും ചങ്കൂറ്റവും ജനങ്ങളും പാർട്ടിയും ഒന്നുപോലെ ഹൃദയത്തിൽ പതിപ്പിച്ച നാളുകൾ. 1998 സെപ്റ്റംബറിൽ പിണറായി വിജയൻ എന്ന ജനനേതാവ് CPM-ന്റെ അമരക്കാരനായി സംസ്ഥാന സെക്രട്ടറിയായി. ഭയമില്ലാതെ പ്രവർത്തിക്കാൻ അണികൾക്ക് കഴിഞ്ഞ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. തുടർന്ന് 2002 കണ്ണൂർ സമ്മേളനവും 2005 മലപ്പുറം സമ്മേളനവും 2008 കോട്ടയം സമ്മേളനവും 2012 തിരുവനന്തപുരം സമ്മേളനവും നായകൻ പിണറായി സഖാവെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞു. ജനലക്ഷങ്ങളുടെ ചങ്കിലെ ചെങ്കൊടിയുടെ മഹത്വം സഖാവിൽ ഭദ്രം. ആ വിശ്വാസത്തിന് ഒട്ടും കോട്ടം തട്ടാതെ നേട്ടം കൊയ്ത പ്രവർത്തന ശൈലിയിൽ പ്രവൃത്തികൊണ്ട് ഉലയാത്ത വിശ്വാസം നേടിയ നേതാവായി ജ്വലിച്ചു നിന്നു സഖാവ് പിണറായി വിജയൻ. முன்றிய அரசின் முழு ஒத்துழைப்பு இல்லாமலேயே கேரளத்தை பல பேரிடர்களிலிருந்து மீட்டு சுபீட்சத்தை நோக்கி இட்டுச் செல்லும் சாதனையாளர் காம்ரேட் பினராயி விஜயன் அவர்கள். മന്ത്രിയിൽ നിന്നും മുഖ്യമന്ത്രി പദത്തിലെത്തിയപ്പോൾ വിജയചരിത്രം ആവർത്തിച്ചു. ഐക്യ കേരളത്തിൽ ആദ്യമായ ഒരാൾ തകർക്കാനാവാത്ത ജനപിന്തുണയോടെ കാലാവധി തികച്ച് വീണ്ടും അധികാരത്തിന്റെ അമരത്ത് അവരോധിക്കപ്പെട്ടു. ഇത് കേരള രാഷ്ട്രീയത്തിൽ ഇന്നോളം മറ്റാർക്കും അടയാളപ്പെടുത്താൻ കഴിയാത്ത അപൂർവത. VS അച്യുതാനന്ദനും നായനാർക്കും K കരുണാകരനും ഉമ്മൻചാണ്ടിക്കും എന്തിന് സാക്ഷാൽ EMS-ന് പോലും സാധിക്കാത്ത നാഴികക്കല്ല്. അതാണ് പിണറായി സർക്കാരിന്റെ 2ാം മന്ത്രിസഭാ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത്. നേട്ടങ്ങളുടെ അഭിമാന ആശ്വാസഹാരമാണ് പിണറായി സർക്കാർ ജനങ്ങൾക്ക് നൽകിയത്. என்றுமே மக்கள் சேவையில் தன்னை ஈடுபடுத்திக் கொண்டவருக்கு பெரும்பான்மை மக்கள் அளித்திருக்கும் கூடுதல் பொறுப்புத்தான் இந்த முதலமைச்சர் பதவி. இப்பதவிகள் எதுவும் இல்லாத போது இருந்த அந்த ஃபயர் பிராண்ட் காம்ரேட் விஜயனை காரமும் குணமும் மாறாமல் வைத்திருக்கும் பெருமை அவரையே சேரும். நாளை கேரளம் நன்றியுடன் இன்னமும் நல்ல வாழ்த்துக்களை அள்ளி வீசும். ലൈഫ് മിഷൻ, വിദ്യാകിരണം, ആർദ്രം മിഷൻ, കിഫ്ബി, ഹരിത കേരള മിഷൻ, കോഴിക്കോട് എയിംസിനായി പ്രാരംഭ പ്രവർത്തനങ്ങൾ, ദേശീയപാത വികസനം, പ്രതിസന്ധി നിവാരണ പ്രവർത്തനം, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ തുടങ്ങി ജനങ്ങൾക്ക് വേണ്ടത് പരിപൂർണമായി ജനങ്ങളിലേക്ക് തന്നെ എത്തിച്ച പദ്ധതികൾ. അടച്ചുറപ്പുള്ള വീട് ഒരടയാളമാണ്, അഭിമാനത്തിന്റെ ഉറപ്പുള്ള അടയാളം. ലൈഫ് മിഷൻ എന്ന പദ്ധതി വെറും വീട് നിർമ്മാണമല്ല, പകരം ജീവിതത്തിന്റെ അടച്ചുറപ്പുള്ള ആത്മവിശ്വാസമാണ് മലയാളികൾക്ക് നൽകിയത്. സ്വന്തം വീട് നൽകുന്ന കരുത്തും സുരക്ഷിത ബോധവുമാണ് സർക്കാർ ലൈഫ് മിഷനിലൂടെ സാധ്യമാക്കിയത്. നമ്മൾ 2017 വാടക വീട്ടിൽ നിൽക്കാൻ തുടങ്ങിന്. 7 വാടക വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് 8ാമത്തെ വീടാണ് ഈ ലൈഫ് മിഷന്റെ വീട് കിട്ടിയത്. അപ്പോൾ പിന്നെ ഇത് കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഞാനും എൻ്റെ ഭർത്താവും നല്ല നിലയിൽ ഇവിടെ കഴിയുന്നുണ്ട്. വാടക വീട്ടിൽ നിൽക്കുന്ന സമയത്ത് 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് അവർ കൈനീട്ടാൻ വരും. അപ്പം നമ്മൾ നല്ലൊരു ടെൻഷൻ അടിക്കലാണ്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം സമാധാനത്തിലിടെ നിന്നിട്ട് സർക്കാരിൻ്റെ 2 പെൻഷൻ 2 അതിനെക്കൊണ്ട് നമ്മൾ ജയിച്ചു പോകുന്നുണ്ട്. അറിവിലും അറിവ് നേടുന്നതിലും ആദ്യം നിൽക്കുന്ന സമൂഹമാണ് മലയാളിയുടേത്. അറിവിന്റെ സ്വപ്നങ്ങൾക്ക് അണയാത്ത ഇന്ധനമാണ് വിദ്യാലയങ്ങൾ. വിദ്യാകിരണം പദ്ധതി വഴി കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത്യാധുനികമായ സൗകര്യങ്ങളും അക്കാദമിക മികവും കൊണ്ട് രാജ്യത്തിന് തന്നെ മാതൃകയാണ്. വിദ്യ നേടാൻ ഒരു ഏകലവ്യനും ഇനി വിരൽ മുറിച്ച് നൽകേണ്ടി വരില്ല. നാളെ എന്നത് ഇന്നിന്റെ ശ്രദ്ധയും ചേർത്ത് നിർത്തലും കൂടിയാണ്. ആ ബോധ്യം പടർത്തുന്ന പ്രവർത്തനമാണ് ഹരിത കേരള മിഷൻ. വനവൽക്കരണം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങി വിശാലമായ ആശയങ്ങൾക്കൊപ്പം മാലിന്യ നിർമ്മാർജ്ജനവും
പ്ലാസ്റ്റിക് ദുരുപയോഗവും വരെ സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്വത്തോടെ നടപ്പാക്കുന്ന ജനവും ഭരണകൂടവും കൈകോർക്കുന്ന സൗഹാർദ്ദ കാഴ്ചയാണ് ഹരിത കേരള മിഷൻ. കരുണയുടെയും കാലത്തിനപ്പുറമുള്ള വികസനത്തിന്റെയും ഇടങ്ങൾ, അതാണ് ആർദ്രം മിഷൻ. ഗ്രാമങ്ങളുടെ പരിമിതികളെ മറികടന്ന് ആധുനിക ചികിത്സയും ആരോഗ്യ പരിപാലനവും ഉറപ്പുവരുത്തുകയാണ് ആർദ്രം മിഷൻ. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യത്തിന് ഗതിവേഗം ദേശീയ തലത്തിന് മുകളിൽ ഉറപ്പിക്കുന്ന പദ്ധതിയായ കിഫ്ബിയിൽ കൂടി സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ, ഹൈവേകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ, ഉൾനാടൻ ജലഗതാഗത സംവിധാനങ്ങൾ എന്നിവയിൽ കൂടി സമ്പൂർണ്ണ വികസനം ഉറപ്പാക്കുന്ന ഭാവിയെ ഇന്നേ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന വിജയിയായ സർക്കാർ. കിഫ്ബി പദ്ധതിയിലൂടെ സർക്കാരിനെ ജനം അറിഞ്ഞത് അങ്ങനെയാണ്. അടച്ചുപൂട്ടുകയല്ല, ആർജവത്തോടെ പ്രവർത്തിക്കുന്ന ഉൽപാദനക്ഷമതയുടെ ഒരു കാലം ഉറപ്പുവരുത്തുകയാണ് നമ്മുടെ സർക്കാർ. തന്ത്രവും വിജയമെന്ന മന്ത്രവും ഒന്നു ചേർന്ന നായകൻ, ധീരവീര നായകൻ. പൂട്ടിയിടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ പഴയ കാലത്തിന്റെ കഴിവുകേടിന്റെ കാഴ്ചയായിരുന്നു. അടഞ്ഞുപോയ ഓരോ സ്ഥാപനവും പിണറായി സർക്കാരിന്റെ ദിശാബോധത്തിന്റെ നേർനടത്തിപ്പിന് കീഴിൽ ഇന്ന് ലാഭത്തിലേക്ക് കുതിക്കുന്നു. ഒപ്പം തൊഴിലാളി തങ്ങളുടെ മാഞ്ഞുപോയ ചിരി വീണ്ടെടുക്കുന്നു. ഇത് പൊതുമേഖലയുടെ ഉണർവിന്റെ കാലം. പ്രതിസന്ധിയിൽ പതറാതെ ധൈര്യമായി ഒപ്പം ഞാനുണ്ട് കൂടെ, സർക്കാരുണ്ട് കൂടെ എന്ന ഉറച്ച വാക്ക്. നേതാക്കളെന്ന് മേനി നടിച്ചവർ മാളങ്ങളിൽ ഒളിച്ച നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകിയ കാലങ്ങളായിരുന്നു കേരള ജനത മറ്റ് ഭരണങ്ങളിൽ കണ്ടത്. എന്നാൽ ലോകം വിറങ്ങലിച്ചു നിന്ന കോവിഡിലും നിപ്പയിലും പ്രളയത്തിലും ഉരുൾപൊട്ടലിലും തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന, ഒപ്പം നിൽക്കുന്ന ഒരു സഹോദരനും സുഹൃത്തുമായി മാറി പിണറായി സർക്കാർ. സഹായവും സ്നേഹവും പുനരധിവാസങ്ങളുമായി മാറിയ ആ കാലമാണ് 2 പിണറായി സർക്കാരിന്റെ ഭരണകാലയളവുകൾ. തുടർച്ചയിലെ കരുത്തായി സഖാവ് നമുക്കൊപ്പമുണ്ടായിരുന്നു. വെറും വാക്കല്ല, കൂടെ തന്നെ. ആ വിശ്വാസത്തിന്റെ, ആശ്വാസത്തിന്റെ, പ്രതീക്ഷയുടെ, ധൈര്യത്തിന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ. ഇന്ന് കേരളമൊട്ടാകെ നീണ്ടു നിവർന്നു നിറയുന്ന ദേശീയപാതകൾ അസാധ്യത്തെ സാധ്യമാക്കിയ, സുസാധ്യമാക്കും എന്ന് ഉറപ്പിച്ച ഒരു നേതാവിന്റെ നേരാണ്, നിലപാടാണ്, നിശ്ചയമാണ്. കേരളം നാളിതുവരെ അനുഭവിക്കാത്ത റോഡ് വികസനവും ജലപാത പദ്ധതികളും കേരളത്തിലെ വികസനത്തിനെ ദേശീയ കണ്ണിയുമായി കൂട്ടിമുട്ടിക്കുകയാണ്. വേഗത്തിന് വികസനത്തിന്റെ വിലയുണ്ട് എന്ന വീക്ഷണമാണ് നമ്മുടെ സർക്കാരിന്റേത്. മലയാളി കുതിക്കുന്നു. പിണറായി സർക്കാർ തുറന്നിട്ട വേഗത്തിന്റെ പുതിയ പാതകളിൽ കൂടി. വിഴിഞ്ഞം പദ്ധതി കേരളത്തിന്റെ സമുദ്രം വഴിയുള്ള സാമ്പത്തിക പ്രവേശന കവാടമാണ്. നാടിന്റെ നന്മയ്ക്കായി പുതുതലമുറയ്ക്കുള്ള തൊഴിലിടത്തിന്റെ വാതായനം തുറന്നിട്ടത് ഇതേ കരങ്ങളാണ്. ഇടതുപക്ഷത്തിന്റെ നേട്ടമാണ് വിഴിഞ്ഞം പദ്ധതി. കാലം കാത്തുവെച്ച കർമ്മയോഗി, രക്ഷകൻ, ക്യാപ്റ്റൻ, ഈ വിശേഷണങ്ങളാണ് കേരള ജനത സഖാവ് പിണറായിക്ക് നൽകിയത്. അസാധ്യമായി എന്ന് കേരളം കരുതിയതെല്ലാം സാധ്യമാക്കിയ ഭരണാധികാരി, ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്ന് പോരാടിയ നേതാവ്. സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കും പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനും എന്നും കരുത്തും പ്രചോദനവുമായിരുന്നു സഖാവ് പിണറായി. മൂന്നാമൂഴത്തിന്റെ മുൻവാക്കാണ് കോഴിക്കോട് എയിംസ്. ആരോഗ്യരംഗത്തിന് അഗ്രസ്ഥാനമാണ് കേരളത്തിനെന്നും. എയിംസ് പോലെ ആധുനികമായ, എന്നാൽ എല്ലാവർക്കും താങ്ങാൻ കഴിയുന്ന ചികിത്സ കേരളത്തിന് ലഭ്യമാക്കാൻ വേണ്ടി പിണറായി സർക്കാർ എന്നും ഒരു ചുവട് മുന്നിലാണ്. സർക്കാരിന്റെ എതിരാളികളിൽ പോലും ബഹുമാനവും ആരാധനയും ജനിപ്പിക്കുന്ന വിപ്ലവസൂര്യനാണ് പിണറായി സഖാവ്. അത് നേരിനെയും നെറിയെയും മാനുഷികതയെയും ഒപ്പം ചേർത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രതിഫലനമാണ്. ഇപ്പൊ നമ്മുടെ എതിർ പാർട്ടിയിലുള്ള ആരെങ്കിലും ഒരു നല്ല ലീഡർ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ആരെ പറയാം? മുഖ്യമന്ത്രി തന്നെയാണ്. ഓക്കെ, യാതൊരു സംശയമില്ല. ഞാനത് എന്റെ ഫാദറിന്റെ അസുഖ സമയത്ത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ കണ്ടു. അപ്പൊ അദ്ദേഹം അതിനെ എടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു. എന്നെ റിസീവ് ചെയ്ത് എങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു. എന്റെ ഫാദറിനോട് എങ്ങനെ പെരുമാറി ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ വളരെ ഏറ്റവും മര്യാദയുള്ള ഒരു സമീപനമായിട്ടാണ് ഞാൻ കരുതുന്നത്.
നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, രാഷ്ട്രീയമായ യോജിപ്പുകൾ ഇല്ലാത്തതുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സമീപനം എന്താ പറയാ, മനുഷ്യത്വപരമായ ഒരു സമീപനമായിട്ട് ഒരിക്കലും സ്തുതിപാഠകർക്ക് വേണ്ടി തന്റെ ബോധ്യങ്ങൾക്ക് നിരക്കാത്തത് ചെയ്തിട്ടില്ല ഈ ധീരനായ നേതാവ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ സുസ്മേരവദനായി അഭിനയിക്കാൻ തയ്യാറായിട്ടുമില്ല. കാരണം താൽക്കാലികമായ കയ്യടിക്കും പ്രീതിക്കും വേണ്ടി ആരെയും തൃപ്തിപ്പെടുത്താൻ തന്നിലെ കമ്മ്യൂണിസ്റ്റിന് കഴിയില്ല എന്ന് തന്നെ. പക്ഷേ ചെറുതായി ഉള്ളൊന്നുലഞ്ഞത് പ്രിയ സഹപ്രവർത്തകൻ സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തിലായിരുന്നു. അത്രമേൽ സഹപ്രവർത്തകരെ നെഞ്ചോട് ചേർക്കുന്ന മനസ്സാണ് അദ്ദേഹത്തിൻ്റെത്. ഏത് നേതാവിൻ്റെയും വിയോഗം കൂട്ടായ പരിശ്രമത്തിലൂടെ പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കാറുള്ളതെങ്കിലും ഇത് പെട്ടെന്ന് പരിഹരിക്കാനാകുന്ന ഒരു വിയോഗമല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സഖാക്കൾക്ക്, പാർട്ടി ബന്ധുക്കൾക്ക്, പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഞങ്ങൾക്ക് നൽകാനുള്ളത് ഒരു ഉറപ്പ് മാത്രമാണ്. ഈ നഷ്ടം വലിയ തോതിലുള്ളതാണ്, ഒരു സംശയവും. പക്ഷേ ഞങ്ങളത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നികത്താനാണ് ശ്രമിക്കുക. നവകേരള നിർമ്മിതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ ചെയ്തത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും എല്ലാം മേൽക്കൈ വരുന്ന കാലമാണിത്. രാജ്യത്തെ ആദ്യത്തെ ജെൻ AI കോൺക്ലേവിന് കേരളം വേദിയായി. അന്തർദേശീയ റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് കേരളത്തിൽ നടന്നു. രണ്ടാം പിണറായി സർക്കാർ ഇ ഗവേണൻസ് രംഗത്ത് വിപ്ലവകരമായ മാറ്റം സാധ്യമാക്കിയ പദ്ധതിയാണ് കെ സ്മാർട്ട്. കാലത്തിനൊപ്പമോ കാലത്തിന് മുന്നേയോ കേരളത്തിനെ വികസന പാതയിൽ മുന്നേറാൻ സഹായിച്ച അതിനൂതന പദ്ധതികൾക്കും കുതിച്ചുചാട്ടത്തിനുമൊപ്പം സ്വന്തം മണ്ഡലത്തിലുള്ളവരെ മറന്നില്ല സഖാവ്. MLA ഫണ്ട് ഏറ്റവും ഫലപ്രദമായി വിനിയോഗിച്ച സഖാവ് ഒട്ടേറെ വികസന പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ചു. അസാധ്യമായത് സാധ്യമാക്കി മാറ്റിയ മാറ്റത്തിന്റെ മികവുള്ള കാലമാണ് പിണറായി സർക്കാരിന്റെ ഭരണനയത്തിൽ കേരളം അനുഭവിച്ചത്. തങ്ങളുടെ ഉറ്റ നേതാവിന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം അവർ പതിച്ചു നൽകിയത് വോട്ടിനൊപ്പം തങ്ങളുടെ ഉറച്ച വിശ്വാസമാണ്, സ്വന്തം ശ്വാസമാണ്. ആ പിന്തുണയുടെ ആഴവും പരപ്പും പരിപൂർണാർത്ഥത്തിൽ ഉൾക്കൊണ്ട ജനങ്ങൾ കെട്ടിയ കോട്ടയ്ക്കുള്ളിലെ നായകൻ പിണറായി വിജയന് ഭരണത്തിലെ മൂന്നാമൂഴം കാലത്തിന്റെ അനിവാര്യതയാണ്. അധികാര രാഷ്ട്രീയത്തിന്റെ കുടിലതയുടെ ചതുരംഗത്തിൽ അഭിരമിക്കുന്നവർക്ക് ഈ ഊഴങ്ങൾ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന പേടിസ്വപ്നങ്ങളാണ്. വർഗീയതയുടെ വിഷചിന്തയ്ക്ക് വികസനമെന്ന കാവിക്കുപ്പായമിട്ട് കെട്ടിയിറക്കിയവർക്കും ഈ ചങ്കുറപ്പിനെ ജയിക്കാനാവില്ല. ജനവിശ്വാസത്തിന്റെ സ്ഥിരനിക്ഷേപം താഴെത്തട്ടിൽ നിന്നും ഉറപ്പാക്കിയ പിണറായി ഭരണകൂടത്തിന് ഇടർച്ചയില്ലാത്ത തുടർച്ചയാണ്. நிகழ்வுகள் வெறும் செய்திகளாக தோன்றினாலும் அன்றாட செய்திகளின் சேகரிப்பே சரித்திரம். இந்தியாவின் சரித்திரத்தில் கேரளத்துக்கு முக்கிய இடம் பிடித்து கொடுத்த எங்கள் காமரேட் பினராயி விஜயன் அவர்களுக்கு 80 வயது. ஆரோக்கியம் பேணுங்கள் முதலமைச்சரே, 80 எங்களுக்கு போதவே போதாது. மக்கள் சேவை அடைக்கிறது. நீடூழி வாழுங்கள். வணக்கம். The reason I spoke this in Tamil is to maintain my identity as a Tamilian, though I am celebrated as a Malayali in Kerala. The reason I speak in English is to communicate through my communication language in India to other states, to talk of one great man to another great state. Long live Pinarayi Vijayan and politicians like him who seriously think about the people. Vanakkam.
വികസനത്തിന്റെ, അവസരത്തിന്റെ, പുരോഗതിയുടെ പിന്നോട്ടില്ലാത്ത പ്രയാണമാണ് ചെങ്കൊടി പാറുമീ ഭരണത്തുടർച്ച. വളഞ്ഞു പുളഞ്ഞു വരുന്ന നുണകൾക്കിടയിൽ നേരിന്റെ നേർരേഖയായി ഒരാൾ മൂന്നാമൂഴത്തിന്റെ ചെങ്കൊടി പിന്നിൽ പാറിക്കും. ഇത് പകരക്കാരനില്ലാത്ത തികഞ്ഞ നേതാവിന് ജനം നൽകുന്ന നന്ദിയുടെ റെഡ് സല്യൂട്ട്. ലാൽ സലാം സഖാക്കളെ. കൈരളിക്കു കാവലായി കരൾ പകുക്കും സ്നേഹമായി തോളിനോട് തോളു ചേർന്നു നിന്നിടുന്ന മുഖ്യനായി, നേരിനോടു നീതിയായി കരുത്തനാകും സാരഥി, സത്യമേകും ശക്തിയിൽ നാടിനൊരു നായകൻ, വിപ്ലവത്തിൻ വീര്യമുള്ള സൂര്യനാണി നായകൻ. സഖാവ് സഖാവ് സഖാവ്. ഭരണമെന്ന തന്ത്രവും വിജയമെന്ന മന്ത്രവും ഒന്നു ചേർന്ന നായകൻ, ധീരവീര നായകൻ, ധീരവീര നായകൻ. വിജയനെന്ന പേരു തന്നെ കൈരളിക്കിതാശ്രയം, വികസനത്തിൻ പാത തന്നെ ജനമനസ്സിനാഗ്രഹം, ജനമനസ്സിനാഗ്രഹം. കനമില്ല മടിയിൽ, ഭയമില്ല വഴിയിൽ, കരളിൽ നിറമുള്ള നിലപാട് മാത്രം, നിലപാട് മാത്രം. ഇത് കമ്മ്യൂണിസ്റ്റ്